മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നന്ദുവിനാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ശത്രുക്കൾ ആരാണെന്നൊക്കെ ഉള്ള ഒരു ചെറിയ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചെറിയ നമ്മൾ ഫോട്ടോയുടെ രേഖാചിത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ നന്ദുവിൻ്റെ കയ്യിൽ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിലും അതും കൊണ്ടുപോയിട്ട് നമ്മൾ ജ്വല്ലറിയിൽ പോയാണെങ്കിൽ ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നന്ദു ആണെങ്കിൽ ആ ഒരു രേഖാചിത്രവും കൊണ്ടാണെങ്കിൽ നമ്മൾ നേരെ ആദർശിൻ്റെയും നയനടുത്തും പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ ആ ഫോട്ടോയൊക്കെ നമ്മൾ ആദർശിന് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് എനിക്കാണെങ്കിലും എവിടെ കണ്ട ഒരു പരിചയവും കാര്യങ്ങളൊക്കെ ആ ഒരു മുഖത്ത് കണ്ടിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾ അത് പറയുന്നുണ്ട്, എന്തായാലും ആദർശ് ഏട്ടാ ഞാനാണെങ്കിൽ എന്താണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ആദർശ് ഏട്ടാ നമ്മൾ ഇതിൻ്റെ നിർണായക ഘട്ടത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക, അപ്പം എന്തായാലും വിജയം നമുക്ക് തന്നെ കൈവരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡ്യൂട്ടി എല്ലാം ചെയ്യാൻ വേണ്ടി പോകാമെന്ന് പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അപ്പോൾ അതൊരു കാര്യം നന്ദുവിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു, ഞാനാണെങ്കിലും അതിനെക്കുറിച്ചുള്ള എല്ലാ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഞാനും ഇതിൻ്റെ ശ്രമത്തിൽ ഞാനും പൊയ്ക്കൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നന്ദുവും ആദർശവും ആണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ട് വഴിക്കൊക്കെ പിരിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ നേരെ ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ റിസപ്ഷനിൽ ചെന്നിട്ടാണെങ്കിൽ നമ്മൾ ഡേവിഡിനെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നന്ദുവാണെങ്കിൽ നേരെ ഡേവിഡിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, എന്താ സാറ് വന്ന കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നന്ദു പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയാനുണ്ട്, നിങ്ങൾ സത്യാവസ്ഥകൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള കൂട്ടാളികൾക്കും അത് നല്ല രീതിയിൽ പ്രശ്നമാകുമെന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് ഇവിടെ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ ഇനി എന്തോ ഉദ്ദേശം വന്നതെന്നൊന്നും അറിയാൻ വയ്യല്ലോ. കാര്യം ഇവളെ കയ്യിൽ ആരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും ഇവളെ ഇടിച്ച് അവരെ സൂപ്പാക്കിയിട്ടാണെങ്കിൽ അവളുടെ സത്യങ്ങളെല്ലാം പറയിപ്പിക്കുമല്ലോ എന്നൊക്കെ നമ്മൾ ഡേവിഡ് ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഇപ്പോൾ ആലോചിക്കുന്നത്, എങ്ങനെ രക്ഷപ്പെടാമെന്നാണോ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, അല്ല മാഡം എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ നിൻ്റെയൊക്കെ തലപ്പത്തുള്ള ഒരാളുണ്ടല്ലോ, നീയൊക്കെ സാറെന്ന് വിളിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളെ എനിക്കൊന്ന് കാണണം, അതിന് വേണ്ടിയാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ കിടന്ന് ഉരുണ്ടൊക്കെ കളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് മുകളിൽ ആരാണ് ഇവിടെ ഉള്ളത്, ഇവിടെ ഞാനല്ലേ ഏറ്റവും മുകളിലുള്ള ആൾ, ഞാനാണ് ഇവിടുത്തെ മാനേജറായാലും ഇവിടുത്തെ GM ആണെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ്, അല്ലാതെ എനിക്ക് മുകളിൽ ആരും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ഡേവിഡ് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദു പറയുന്നുണ്ട്, നീ ഇനി കിടന്ന് ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനാണെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഡേവിഡ് ചോദിക്കുന്നത് തെളിവുള്ളതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നന്ദു ആണെങ്കിൽ ആ രേഖാചിത്രം നമ്മൾ നാഗേന്ദ്രൻ്റെ രേഖാചിത്രം എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് നമ്മൾ ഡേവിഡ് ആണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട്. കാര്യം നാഗേന്ദ്രനെ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് നന്ദുവിന് ഈ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്നുള്ള ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കും. നമ്മൾ ഡേവിഡ് ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇവള് പുലി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളിപ്പോൾ രക്ഷപ്പെടാൻ ആലോചിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം, എന്തായാലും ഇയാൾ ആരാണെന്ന് തന്നെ എനിക്ക് അറിഞ്ഞാൽ മതി, ഇയാൾ നിൻ്റെ വായന തന്നെ എനിക്കറിയണം, ഇയാൾ ആരാണെന്ന്, എനിക്ക് ഇയാളെയാണ് കിട്ടേണ്ടതല്ല നിങ്ങളെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ എന്തോ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഡേവിഡ് പറയുന്നുണ്ട്, എന്തായാലും മാഡം എന്നെ അറസ്റ്റ് ചെയ്തിട്ട് എന്നെ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന കണക്ക് എൻ്റെ കൊണ്ടുപോകുന്നത്, അതായത് സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് എനിക്ക് നാണക്കേടാണ്, മാഡം എവിടെ വരാൻ പറഞ്ഞാലും ഞാൻ അവിടെ വരാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നന്ദു പറയുന്നുണ്ട്, അത് ഞാൻ തീരുമാനിച്ചോളാം, നിങ്ങളെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, അങ്ങനെ വേണ്ട എങ്കിൽ നിങ്ങൾ ഇത് ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളെയല്ല എനിക്ക് ആവശ്യം എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അത് സാറ് ഇവിടെ അല്ല, സാറ് ഗൾഫിലാണെന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, താനാണെങ്കിൽ ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് ഇയാൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഇയാൾ നാട്ടിലുണ്ടെന്നുള്ള എല്ലാ തെളിവുകളും കിട്ടിയതിന് ശേഷം തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ തമ്മിൽ കാണാറുണ്ടെന്നും എല്ലാം എനിക്കറിയാമെന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദുവിനാണെങ്കിൽ ഡേവിഡ് പറയാത്ത അനുസരിച്ച് നന്ദു ആണെങ്കിൽ ഡേവിഡിട്ട് നല്ല രണ്ട് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഡേവിഡ് ആണെങ്കിൽ ഓരോ സത്യങ്ങളും പറയുന്നുണ്ട്, അത് സാറ് പിന്നെ പോകുന്ന ഹോട്ടൽസിൻ്റെയും അതുപോലെ തന്നെ ഫ്ലാറ്റിൻ്റെ എല്ലാ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നന്ദുവിനാണെങ്കിൽ ഡേവിഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാര്യം ആ രീതിയിൽ നമ്മൾ നന്ദു ആണെങ്കിൽ ഡേവിഡിനെ ക്വസ്റ്റ്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡേവിഡ് ആണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഞാനാണെങ്കിൽ സാറിനെ ഒറ്റ കൊടുത്താണ് കാവുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഡേവിഡ് ചിന്തിക്കുന്നുണ്ട്, എന്തായാലും എത്രയും പെട്ടെന്ന് സാറിനെ ഞാൻ ഈ വിവരം അറിയിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ താനാണെങ്കിൽ നിങ്ങളെ സാറിനെ വിളിച്ച് പറയാൻ വേണ്ടിയാണോ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും
താൻ ഇവിടുന്ന് ഒരു മനുഷ്യരെയും താൻ ഫോൺ വിളിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു. അപ്പോഴത്തേക്കാണെങ്കിൽ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, മാഡം അല്ലേ പറഞ്ഞത് ഞാൻ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെറുതെ വിടുമെന്നൊക്കെ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ പിന്നെ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഞങ്ങളങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് സത്യാവസ്ഥകൾ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പല കാര്യങ്ങളും ഞങ്ങൾ പറയും, അതെല്ലാം ഞങ്ങൾ ചെയ്യണമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട്. ഡേവിഡിനെ അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നന്ദു നമ്മളെ ഡേവിഡ് പറഞ്ഞതനുസരിച്ച് നാഗേന്ദ്രൻ്റെ ആ ഒരു വീട്ടിലും അതുപോലെ തന്നെ ആ ഹോട്ടൽ റൂമിലൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ നന്ദു തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന നമ്മൾ ആ ശത്രു നാഗേന്ദ്രൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.